Hey guys, welcome back to Dreaming Now. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു റൂം ടൂർ ആണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് റൂം ടൂർ ചെയ്യാൻ തീരുമാനിച്ചത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ. അപ്പോൾ വെക്കേഷൻ ടൈമിൽ നമ്മുടെ ചാനലൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും ഞാനും ചേച്ചിയും കൂടെ കുറേ റൂം ഡെക്കോർ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും വെക്കേഷൻ തുടങ്ങിയിട്ട് ചെയ്യുന്നതിൽ കൂടുതലും റൂം ഡെക്കോർ ക്രാഫ്റ്റ് ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ ഒരു ലുക്കാണ് നമ്മൾ കാണിക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൂം ടൂർ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് ഏരിയ. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഈ കനോപ്പിയാണ്. ഇത് അമ്മയുടെ പഴയ ഒരു ഷാൾ എടുത്തിട്ട് ഒരു എസ്തെറ്റിക് കനോപ്പി ആക്കാൻ നോക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിൽ കുറച്ച് പോസ്റ്റേഴ്സും കൂടെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലെ പ്രിന്ററിൽ നിന്ന് തന്നെ കുറച്ച് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് ആണ്. പിന്നെ നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ട്. ഓക്കെ, വിഷൻ ബോർഡ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തൊരു DIY ആണ് ചെയ്ത്. പിന്നെ അതിന്റെ മുകളിൽ ഒരു കുഞ്ഞു മൂണിരിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ട്, ഓക്കെ, അതുണ്ട്. അതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ബെഡ്ഷീറ്റും ഇട്ടിട്ടുണ്ട്. അത് എസ്തെറ്റിക് എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? ഈ വലിയ ലൈബ്രറിയാണ്. ഇത് ഞങ്ങളുടെ കൊച്ചുനാൾ മുതലുള്ള കുറേ ബുക്സ് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ എന്ത് വേണേലും ഉണ്ട് ഇതില്. നമ്മുടെ മാത്രമല്ല, അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും കൂടെ പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ കുഞ്ഞ് ലൈബ്രറിയാണ്. ഇത് ഒരു ബെഡ് സൈഡ് ടേബിൾ ആണ്. കണ്ടാലേ അറിയാലോ, നമ്മുടെ ബെഡ്ഷീറ്റ് ഒരു പിങ്ക് മയം ആയതുകൊണ്ട് തന്നെ ഇതും ഒരു പിങ്കിഷ് വൈബാണ്. ബെഡ്ഷീറ്റ് ഒരു കോക്കറ്റ് എസ്തെറ്റിക് ആ ഒരു വൈബ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇതിനകത്ത് കുറച്ച് പിങ്ക് മയം അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് കൊണ്ടുവന്നിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കുറേ DIYs തന്നെയാണ് ഇതിലിരിക്കുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ വാൾ ഷെൽഫ്, പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, പിന്നെ നമ്മുടെ കേക്ക്, അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു കോർണറാണ് ഇത്. ഇനിയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു കോർണർ, നമ്മുടെ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഡെസ്കാണിത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കുറേ ക്രാഫ്റ്റ് സപ്ലൈസ് ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇത് ആക്ച്വലി ഒരു പഴയ ഊഞ്ഞാലാണ്. അപ്പം അതിൻ്റെ പുറത്ത് അത് വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് കൊരുത്തിട്ടിട്ട് 3 പാവക്കുട്ടികളെ അതിൻ്റെ പുറത്തോട്ട് എടുത്ത് വെച്ചു. അത്. പിന്നെ ഇതെല്ലാവർക്കും അറിയായിരിക്കില്ല, നമ്മുടെ എക്സാം സമയത്തൊക്കെയുള്ള എക്സാം ഒക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞൊരു കലണ്ടർ പ്ലസ് ഒരു ട്രാക്കർ, അതാണ് സംഭവം. പിന്നെ കുറച്ച് പെൻ ഹോൾഡേഴ്സ് അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത് ചേച്ചി ഉണ്ടാക്കിയ ഒരു വില്ലോ ട്രീ ആണ്. അത് ഞാൻ ഈ അറിയാലോ എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ ഷോർട്സ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം പോയി കാണണം. അപ്പം അതാണ് ഈ ഒരു വില്ലോ ട്രീ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഡെസ്ക് ഏരിയ വരുന്നത്. പിന്നെ ഇവിടെയാണ് വിൻഡോ. അപ്പോൾ അവിടെ ഒരു എസ്തെറ്റിക് എന്നൊക്കെ പറയുന്ന ഒരു കട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ എല്ലാ ഈ എസ്തെറ്റിക് ഇതിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഈ ഗ്രീൻ ലീവ്സിന്റെ സാധനം. അപ്പോൾ അത് ഞങ്ങൾക്കും കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ ഈ വിൻഡോയിൽ ജസ്റ്റ് ഇട്ടിരുന്നായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാര. അപ്പോൾ അലമാരക്കകത്ത് പറയാനൊന്നും ഇല്ല അധികം. കുറച്ച് തുണി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാറ്റ് ഉണ്ട്. പിന്നെ ഈ ഹാറ്റ് ഇത് കുറച്ച് വലിയ ഹാറ്റ് ഇതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു നമ്മൾ DIY ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടതാണ്. ഇത് കാണാത്തവർ പോയി കാണുക. നമ്മുടെ റപ്പൻസെല്ലിന്റെ ലാൻഡേൺ ആണിത്. അതാണ് നമ്മുടെ അലമാര മെയിനായിട്ടും
അലമാര തുറന്ന് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറയാം. അതെ, അലമാര അകത്ത് ഫുള്ള് അലങ്കോലായിട്ട് കിടക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാത്തത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അലമാര. ഓക്കെ, പിന്നെ ഇവിടെയും കുറച്ച് മൂവി പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു നിറഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ഒരു പ്ലാന്റ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അതാണ് സംഭവം. പിന്നെ ഇതിരിപ്പുണ്ട്. പിന്നെ ഇതൊരു പടം ഞാൻ വരച്ചാണ്, അപ്പൊ അതിരിപ്പുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു കോർണറിൽ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. ഇവിടെ മറ്റേ ഗോൾഡൻ ലൈറ്റ് ഒക്കെ ഇട്ട് തന്ന് നല്ല രസമാണ് ഇവിടെ. ഇതാണ്, അതായിരുന്നു നമ്മുടെ റൂം ടൂർ വീഡിയോ. അപ്പം പക്ഷെ ഇങ്ങനൊന്നും കാണുമ്പോഴല്ല നമ്മുടെ ഈ ഒരു റൂമിനൊരു ലുക്കുള്ളത്. നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, ആ റിംഗ് ലൈറ്റ് ഞാൻ ഈ ഷൂട്ട് ചെയ്യാൻ മാത്രമൊന്നുമല്ല യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഈ രാത്രി ഉറങ്ങാൻ നേരമൊക്കെ അത് കത്തിച്ചിട്ട് അത് ഓണാക്കിയിട്ട് കിടക്കാൻ. അതിൻ്റെ ഒരു കോസി വൈബ്സ് ഉണ്ടല്ലോ, ഈ റൂമിൻ്റെ തന്നെ ഒരു മുഖം അങ്ങോട്ട് മാറ്റും. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ. Pas de soleil, 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 pas de soleil.